ബിജെപിക്കെതിരായ വോട്ടിന് നോട്ട് ആരോപണത്തിൽ പരാതി നൽകി പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി NMR റസാഖ്. ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്കാണ് സ്ഥാനാർത്ഥി NMR റസാഖ് പരാതി നൽകിയത്. കണ്ണാടി പഞ്ചായത്തിലെ തിരുവക്കുറിശ്ശിയിൽ ഇന്ന് ഉച്ചയോടെ BJP പ്രവർത്തകർ വീടുകളിൽ കയറി പണം വിതരണം ചെയ്തെന്നും ഇത് നാട്ടുകാർ കൈയോടെ പിടികൂടി ചിത്രീകരിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. സംഭവം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ BJP സ്ഥാനാർത്ഥി ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറഞ്ഞു. ഇതിനെതിരെ നടപടിയെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. രണ്ട് വിഷയത്തിലായിരുന്നു പരാതി നൽകിയത്. പരാതി മെയിൽ അയച്ചിരുന്നു. ഇപ്പോൾ വരണാധികാരിയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഒന്നാമത്തെ വിഷയം ഈ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയമായിരുന്നു. രണ്ടാമത്തെ വിഷയം ഈ സാമൂഹിക മാധ്യമങ്ങളിൽ എൻ്റേതെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള എനിക്ക് അനുകൂലമെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള വിദ്വേഷമായ ചില വീഡിയോസ് വരുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള രണ്ട് പരാതികളും കൊടുക്കാനാണ് വന്നത്. ഈ കണ്ണാടി സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR ഇടാനുള്ള ഓർഡർ ആയിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതൊന്ന് അന്വേഷിക്കാൻ കൂടിയായിരുന്നു വന്നത്. അല്ല, ഏകദേശം ആ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാർ മുഴുവനും പുറമേയുള്ള ജില്ലക്കാരും പുറമേയുള്ള സംസ്ഥാനക്കാരുമാണെന്നാണ് നമ്മൾ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇങ്ങനെയൊരു സംഭവം ഇല്ലല്ലോ. അപ്പോൾ അത് ഉത്തരേന്ത്യൻ മോഡൽ ആ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതിനെതിരായിട്ടുള്ള പ്രതികരണം തീർച്ചയായും പാലക്കാടൻ ജനത കൊടുക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതേസമയം തനിക്കെതിരെ സമൂഹമാധ്യമത്തിൽ മതം പ്രചരിപ്പിച്ച് വോട്ട് നേടിയതായി കള്ളപ്രചരണം നടക്കുന്നതായും ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്ന് മറ്റൊരു പരാതിയിലും ആവശ്യപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.